എന്റെ അമ്മ ആ തള്ളക്ക് ഭ്രാന്താണ്. എന്റെ ചേട്ടാ അതൊക്കെ ഞങ്ങൾ എത്ര കണ്ടാലും ചിരിക്കാതിരിക്കാൻ പറ്റാത്ത സിനിമകൾ. ജനിച്ചിട്ടുണ്ടോ 1990-ലൊക്കെ? ഞാൻ പ്രായം പറയൂല. അല്ല ഞാൻ ചോദിക്കുന്നത് ഇല്ല, എന്നാലും കുറച്ച് അത് കഴിഞ്ഞ ഉടൻ ജനിച്ചു. അല്ല അത് അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു സിനിമ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു സിനിമ എന്നെ ഒന്നും അത്രയും എക്സൈറ്റ് ചെയ്യിച്ചിട്ടില്ല. കാരണം നമ്മൾ അത്തരം സിനിമകൾ കാണുന്നതൊക്കെ പഴയ സിനിമയായിട്ടാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു സിനിമ വീണ്ടും TV-യിൽ വരികയാണ്. ചിലപ്പോൾ കണ്ടെന്നിരിക്കും, ചില ക്ലാസിക്സ് ഒക്കെ നമ്മൾ അങ്ങനെ കാണുന്നല്ലാതെ. പക്ഷേ ഹരിഹരനാറിനൊക്കെ കിട്ടിയ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഹരിഹരനാർ റിലീസ് ചെയ്തതിനു ശേഷം ജനിച്ച കുട്ടികളും ഇപ്പോഴും ആ സിനിമയുടെ ആരാധകരാണ്. വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന് കാണും. ചേട്ടന്റെ വീട്ടിൽ എല്ലാവരും ഇരുന്ന് കാണില്ല ആ സിനിമ ഇപ്പോഴും വെച്ച് കഴിഞ്ഞാൽ. ഇല്ലേ, അങ്ങനെ അതിനുവേണ്ടി മെനക്കെട്ടിരുന്ന് കാണില്ല എന്ന് തോന്നുന്നു. എന്നാലും ആ സമയത്തൊക്കെ എന്തൊരു ഒരു ഓളം ഉണ്ടാക്കിയ സിനിമയല്ലേ അല്ലേ? അതിന്റെയൊക്കെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. ഞാനേ മോന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് മോന്റെ സിനിമ അച്ഛൻ കാണാൻ പോയായിരുന്നോ? തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, എന്നാലും കണ്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടു, അതായത് വാപ്പിച്ച് തന്ന ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആസിഫ് അലിയെ പോലെ ആകണം എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അത് പണ്ട് പറഞ്ഞതാണത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അതൊക്കെയാ തമ്പാക്കി ഇടുന്നത്. അത് ആസിഫിന്റെ അവൻ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യണ കാണുമ്പം എനിക്ക് അങ്ങനെ പറ്റാറില്ല. എനിക്ക് അത്ര ഈസി ആയിട്ട് ആസിഫ് ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഡയലോഗൊക്കെ പഠിച്ചിട്ട് പറയണമെന്ന് തോന്നില്ല, അവൻ സംസാരിക്കണമെന്ന് തോന്നുള്ളൂ. അത് അവന്റെ ഒരു രീതി അതാണ്. അപ്പൊ ഞാൻ എൻ്റെ മോനോടൊക്കെ പറഞ്ഞാണ് അങ്ങനെ പഠിക്കാതെ നമ്മളെന്താണോ അതേപോലെ വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ അഭിനയിച്ചാൽ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവും. അതാണ് ആസിഫിന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ഇടയിലുള്ള ആരോ സംസാരിക്കുന്ന പോലെ പെരുമാറുന്ന പോലെ, അവൻ ലൊക്കേഷനിൽ വന്ന് എന്നോട് വർത്താനം പറയുന്ന പോലെ തന്നെയാണ് വന്നു കഴിഞ്ഞിട്ട് ക്യാരക്ടറായിട്ട് പറയുമ്പോഴും അതിനകത്തൊരു കൃത്രിമത്വം തോന്നില്ല. വളരെ നാച്ചുറലായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യണം അതുപോലെ തോന്നി. അപ്പൊ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ മോനോട് പറഞ്ഞു. മോൻ ഇന്റർവ്യൂല് പറഞ്ഞതും എനിക്കറിഞ്ഞുകൂടാ, ഞാനങ്ങനെ പറഞ്ഞതും കണ്ടിട്ടില്ല. എന്നെ ആസിഫ് ഒരു സെറ്റിൽ വന്നിട്ട് അങ്ങ് ഭയങ്കര ഹഗ് ചെയ്തു. സാധാരണ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ഹഗ് ചെയ്യും. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്ക എന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് സിദ്ദിഖ് മോനോട് പറഞ്ഞിരിക്കുന്നത് ആസിഫ് അലിയെ പോലെ അഭിനയിക്കാൻ. അപ്പൊ എനിക്ക് എന്തൊരു മൈലേജ് ആയെന്ന് അറിയാവോ അവനിങ്ങനെ. അപ്പോഴാണ് ഞാനത് അറിയുന്നത് ഇവനിങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ളത്. അല്ല, എന്നാലും മകനും സിനിമയിലേക്ക് വരണം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആക്ടേഴ്സ് അതിനെ ഭയങ്കരമായിട്ട് എതിർക്കും. വേണ്ട, നിങ്ങൾ വേറൊരു വഴി തേടൂ എന്ന് പറയും. എന്താ സിദ്ദിഖ് എന്തായിരിക്കും മോനോട് അങ്ങനെ ആദ്യമായിട്ട് വന്ന് പറഞ്ഞപ്പോ ഒരു റെസ്പോൺസ് കൊടുത്തത് എന്തായിരുന്നു? എനിക്ക് വലിയ സന്തോഷമല്ലേ. എനിക്ക് എൻ്റെ മക്കളൊക്കെ സിനിമയിലൊക്കെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഇത്രയും കാലം ഇടപെട്ടൊരു മേഖലയാണ്. അവിടെയുള്ള എത്രയോ ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടെ നമ്മൾ വളരേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ആ സമയത്ത് വേറൊരു മേഖലയിൽ പോയിട്ട് നീ എങ്ങനെ സക്സസ് ആവണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്കറിയില്ല ഒന്നിനെ പറ്റി. അപ്പൊ എനിക്കൊരു അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയൊരു മേഖല സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇവൻ ഷഹീൻ ആദ്യമൊന്നും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഷഹീൻ +2 കഴിഞ്ഞപ്പോൾ അവന് അനിമേഷൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ UK പോയി. ലണ്ടനിലാണ് 3 കൊല്ലം പഠിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴാണ് ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് പത്തേമാരി എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ. അപ്പൊ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നായകൻ വരെ വരട്ടെ.